ശിവപ്രസാദ് എന്ന് പറയുന്ന കേരളത്തിലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന നടന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണം. കഴിഞ്ഞാൽ പറയുന്നു, നീയൊന്നും നിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാൻ ഞങ്ങൾ വ്യാപാരികൾ സമ്മതിക്കില്ല. കാരണം ഉറപ്പിച്ചു പറയുന്നു, ഇത് കൊലപാതകമാണ്. ഇത് ബിജെപിയും അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലെ 500ഓളം ഇതുപോലെയുള്ള വ്യവസായികളെ വിരട്ടി വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു സ്വഭാവമാണ്. മലയാളി വ്യവസായിയായ CJ റോയ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകൾ, സംശയങ്ങൾ, ആശങ്കകളൊക്കെ നിലനിൽക്കുകയാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് 9 പേജ് അടങ്ങുന്ന ആത്മഹത്യ കുറിപ്പ് പുറത്തു വന്നു. ഈ ഒരു കുറിപ്പിലടക്കം അദ്ദേഹം പറയുന്നത് വ്യവസായവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു എന്നത് നേരത്തെ തന്നെയുള്ള ഒരു തീരുമാനമായിരുന്നു എന്ന കാര്യങ്ങളിലേക്കുള്ള സൂചനകൾ പുറത്തു വരുമ്പോൾ തുടരെയുള്ള അന്വേഷണങ്ങൾ ആദ്യം നൽകിയിട്ടുള്ള മാനസിക സമ്മർദ്ദമാണ് അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് അരങ്ങേറുന്നത്. തിരുവനന്തപുരം ഇൻകം ടാക്സ് ഓഫീസിന് മുൻവശത്തായിട്ട് വ്യാപാരി വ്യവസായ കോൺഗ്രസിന്റെ പേരിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഗ്രൂപ്പ് മേധാവി CJ റോയിയുടെ ആത്മഹത്യ ഇൻകം ടാക്സ് ഓഫീസറുടെ മാനസിക പീഡനം മൂലമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒരു വ്യവസായി ഇന്ത്യയിലെ കോടിക്കണക്കിന്, അതായത് 10,000 കോടി രൂപയിൽ കൂടുതൽ മുതൽ മുടക്കുന്ന ഇങ്ങറ്റം മേശിരി മുതൽ അങ്ങ് MBA വരെ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ചെയ്യുന്നവർക്ക് വരെ ജോലി കൊടുത്ത ഒരു ജോലി ദാതാവ് കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് കൊലപാതകമാണ്. ഇത് ബിജെപിയും അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലെ 500ഓളം ഇതുപോലെയുള്ള വ്യവസായികളെ വിരട്ടി വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു സ്വഭാവമാണ്. ഞങ്ങൾ ടാക്സ് അടയ്ക്കുന്ന, ഇൻകം ടാക്സ് അടയ്ക്കുന്ന പൈസയിലാണ് ഏമാനന്മാരായ നീയൊക്കെ ശമ്പളം വാങ്ങുന്നത്. ഞങ്ങളുടെ പേരിൽ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ ഷോക്കേസ് നോട്ടീസ് തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കത്ത് തരാം, നിങ്ങളുടെ ഓഫീസിൽ ഹാജരാകാമെന്ന് പറഞ്ഞു. പറയുന്നു, നീയൊന്നും നിന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുവാൻ ഞങ്ങൾ വ്യാപാരികൾ സമ്മതിക്കില്ല. കാരണം ഈ രാജ്യത്ത് ഞങ്ങൾ പിരിച്ചു തരുന്ന പണമാണ് നീയൊക്കെ ബെൻസിലും ഇന്നോവയിലും ക്രിസ്റ്റയിലും ഒക്കെ നടക്കുന്നത്. വ്യാപാരികളെ നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്ന കേട്ട് നിങ്ങളുടെ ഭാഗത്തോട്ട് ആക്കാമെന്ന് ശ്രമിച്ചാൽ അത് നടക്കില്ല. ഉറപ്പിച്ചു ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട റോയ് ചേട്ടൻ മരണപ്പെട്ട അദ്ദേഹം ഞാനുമായി നല്ല അടുപ്പമുള്ള ഒരാളാണ്. കാരണം ഞങ്ങളെ കിരുടായി എന്ന് പറയുന്ന ഈ ബിൽഡേഴ്സിന്റെ ഒരു അസോസിയേഷനുമായി ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാര്യവും ഇന്ന് ഈ രാജ്യത്തില്ല. പക്ഷേ അദ്ദേഹം നിറയൊഴിച്ചു എന്ന് ആരാ പറയുന്നത്? പോലീസുകാരാ പറയുന്നത്. ശിവപ്രസാദ് എന്ന് പറയുന്ന കേരളത്തിലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിശോധന നടന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണം. കഴിഞ്ഞ 1 മാസമായി അദ്ദേഹം ഫോണിലൂടെ ശിവപ്രസാദ് ആരുമായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് എന്ന് അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അദ്ദേഹം സ്വയം നിറയൊഴിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് അതിനകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥരാണ് അദ്ദേഹത്തിനെ വെടിവെച്ചിട്ട് തോക്കെടുത്ത് കൈക്കൊടുത്തതാണെങ്കിലോ എന്ന് ഞാൻ സ്വാഭാവികമായി സംശയിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഇത് CBI അന്വേഷിക്കണം. CBI-യിൽ വിശ്വാസമില്ലെങ്കിൽ പോലും പ്രത്യേക കോടതിയുടെ
നിയന്ത്രണത്തിൽ CJ ജോയി സാറിന്റെ കൊലപാതകത്തെ കുറിച്ച് അന്വേഷിക്കണം. ആ റെയ്ഡിൽ ഉൾപ്പെട്ട ശിവപ്രസാദ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്ത് ഉദ്യോഗത്തിൽ നിന്നും എന്നേക്കുമായി മാറ്റിക്കൊണ്ട് അന്വേഷണം നടത്തണം. ഈ സമരത്തിലിരിക്കുന്നത് വ്യാപാരി കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളും ജില്ലാ പ്രസിഡന്റുമാരുമാണ്. ഇതൊരു സൂചനാ സമരമാണ്. നാളുകളിൽ ഈ സമരം 14 ജില്ലാ ഇൻകം ടാക്സ് ഓഫീസുകളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിക്കും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും ഇവിടെ നീതി വേണം. നീതിക്കായാണ് ഞങ്ങളുടെ സമരം. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ പ്രസംഗത്തെക്കായി പ്രവൃത്തിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സ്നേഹം നിറഞ്ഞ ഈ ധർണയുടെ ഉദ്ഘാടനം നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായ മരങ്ങോട്ട് പോകുന്ന വിജയൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി കൊച്ചിപ്പുറം തങ്കപ്പൻ, ട്രഷറർ ഹബീബിക്ക, അതുപോലെ വർക്കിംഗ് പ്രസിഡന്റ് ബിനോയ് ഷാനൂർ, മറ്റിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒരു സഹപ്രവർത്തകനായ വ്യാപാരി CJ റോയ് ചേട്ടന്റെ നിര്യാണത്തിന് അനുശോചനം അർപ്പിച്ചുകൊണ്ട് ഈ ഇൻകം ടാക്സ് ഓഫീസിന് മുമ്പിൽ നടത്തുന്ന ഈ ധർണാ പരിപാടിയിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നത് പ്രിയപ്പെട്ട റോയ് ചേട്ടന് കേന്ദ്ര സർക്കാരിന്റെ സ്പോൺസേഡ് പരിപാടി എന്ന നിലയിൽ അദ്ദേഹത്തെ ശരിക്കും ഒരു കൊലപാതകത്തിലേക്ക് അദ്ദേഹത്തെ തള്ളിവിടുകയായിരുന്നു. ഈ രാജ്യത്ത് ഒരു വ്യക്തിക്ക് പോലും മാന്യമായി കച്ചവടം ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെല്ലാവരും ഒന്നായി പറയും, നമ്മുടെ എല്ലാം യുവജനങ്ങൾ കേരളത്തിലില്ല, അല്ലെ ഇന്ത്യയിലില്ല. അവരെ കാണണമെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകാമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണം ഇത് തന്നെയാണ്. ഒരു വ്യാപാരിയെ പോലും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് നോക്കിക്കാണാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. കാരണം വ്യാപാരിയാണെങ്കിൽ അവൻ ഏത് സമയവും കൊല്ലപ്പെടാം, അല്ലെ ആത്മഹത്യക്ക് വഴങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം ഈ രാജ്യത്തെ വ്യാപാരികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. വ്യാപാരികളെ സംബന്ധിച്ചോളം വ്യാപാരികള് ഒരു 18-20 വയസ്സാകുമ്പോൾ വിദ്യാസമ്പന്നനാണെങ്കിൽ പോലും അവന്റെ ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പോലും അത് മാറ്റിവെച്ചിട്ടാണ് മറ്റാരുടെയും കീഴിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഒരു സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് സ്വന്തമായി പണം കണ്ടെത്തി അല്ലെ ബാങ്കുകളിൽ നിന്നും കടം വാങ്ങി ഒരു വ്യാപാര സംരംഭം ഇവിടെ തട്ടിക്കൂട്ടുന്നത്. ഈ വ്യാപാര സംരംഭത്തിന് ഗവൺമെന്റും തൊഴിലാളികളും ഉദ്യോഗസ്ഥന്മാരും നിരന്തരമായി അവരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ടാണ് വ്യാപാരികൾക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. സാബു ജേക്കബിന് BJP ചേരേണ്ടി വന്നു. ഒരു ദിവസം രാവിലെ സാബു ജേക്കബ് പ്രവർത്തകരോടോ അല്ലെ കൂടെയുള്ളവരോട് പോലും ആലോചിക്കാതെ BJP ചേർന്ന് പ്രവർത്തിക്കും. കാരണം എന്തുകൊണ്ടാണ്? സാബു ജേക്കബ് അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ സാബു ജേക്കബിന് ഇന്ത്യയിൽ ബിസിനസ് ചെയ്ത് ജീവിക്കാൻ പറ്റി. ഇന്ത്യയിൽ നാളെ പോലെ ബിസിനസ് ചെയ്യേണ്ട എന്ന് സാബു ജേക്കബ് തീരുമാനിച്ചാൽ സാബു ജേക്കബ് ഈ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ബാങ്കുകാർക്ക് നിക്ഷേപം നടത്തിയിട്ടുള്ളവരുടെ മുഴുവൻ കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. അത് പല മേഖലകളിൽ നിക്ഷേപിച്ചേക്കാവുന്നതുകൊണ്ട് ഒരു വ്യാപാരിക്ക് അത് ഒരു ദിവസം രാവിലെ എടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. മറ്റു ആൾക്കാർ ചിന്തിക്കുന്ന പോലെ കച്ചവടം നഷ്ടമാണെങ്കിൽ എന്തുകൊണ്ട് നിർത്താൻ പാടില്ല എന്ന് ചോദിക്കും. ഒരു വ്യാപാരികൾക്കും ഒരു ദിവസം രാവിലെ കച്ചവടം നിർത്താൻ പറ്റത്തില്ല. അത് വ്യാപാരം നടത്തിയിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വെളിയിലാണ് കിടക്കുന്നത്. നമ്മൾ അങ്ങോട്ട് മുടക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തിരിച്ചു കിട്ടണമെങ്കിൽ അതിന് സമയമെടുക്കും. നമുക്കൊരാളെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൃത്യമായി കൊടുക്കണം. എങ്കിൽ മാത്രമേ അവന് ഈ സമൂഹത്തിന് വിലയുള്ളൂ.